ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു ബഡ്സ് സെന്ററിന്റെ മുമ്പിലാണ്. നെന്മാറ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ബഡ്സ് സെന്റർ. ഇതാണ് നമ്മുടെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ. ഇതിന്റെ ക്ലാസ്, അധ്യാപന രീതി, മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശശികല ടീച്ചർ അടുത്തുണ്ട്. ശശികല ടീച്ചറോട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ നെന്മാറ ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇത് മുമ്പ് ഒരു വാടക കെട്ടിടത്തിലാണ് ആദ്യമായി ആരംഭിച്ചത്. 2019 ജനുവരി 25-നാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് സ്വന്തമായ ഒരു കെട്ടിടത്തിലാണ് ഇപ്പോൾ ആരംഭിച്ചു വരുന്നത്. ഇതിൽ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ പുനരധിവസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. ഇതിൽ ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ 29ഓളം കുട്ടികൾ പരിശീലനത്തിനായി എത്തുന്നുണ്ട്. എന്നിരുന്നാലും 6 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ പരിശീലനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളെയാണ്. അവർക്ക് വേണ്ടുന്ന അക്കാഡമിക് സ്കില്ലുകൾ, നൈപുണ്യ പരിശീലനങ്ങൾ, ജീവിത നൈപുണ്യ പരിശീലനങ്ങൾ, ആക്ടിവിറ്റി, റിക്രിയേഷണൽ ആക്ടിവിറ്റി, അതുപോലെ തന്നെ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും അവരെ പൊതുവേദിയിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും വരെ പരിപാടികൾ കുട്ടികളുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. അമ്മക്കുയിലേ ഒന്നു പാടൂ, അന്നിന്ന പാലിൽ നീരാടിക്കൂട്ടി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഏനമ്മളും പഴമ്പാട്ടിൽ മുങ്ങി മറുവാപ്പു കേൾക്കാൻ കാത്തു നിൽക്കാതെ അജഗക്കണി മറവിൽ കുതിൽ ദേഹദൂതിമാ ബെരുമോ പൂച്ചേനെ അത് പോത്താണ്. ഞാനിവിടുത്തെ ആലിയാണ്. ഉച്ച 12:30 കഞ്ഞിയും ഉപ്പേരിയായിട്ട് കൊടുക്കും. അതിനുശേഷം ടീച്ചറെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും സഹായിക്കും. അപ്പോൾ ഈ കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് സമൂഹത്തിനും ഒരു ചെറിയൊരു ബാധ്യതയുണ്ട്. ഇവരുടെ ശ്രദ്ധ കൂടി നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് തീർച്ചയാണെന്ന് നിങ്ങൾക്കിപ്പോൾ ഇന്നത്തെ പരിപാടി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പം നമ്മളുടെ ഈ കഴിവുറ്റ കുട്ടികളോട് നമുക്കൊരു ബൈ പറഞ്ഞ് വിട പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും see you. Okay, thank you.